നമസ്കാരം. പ്രഭാസ് നായകനായ സലാർ ആ മൂവി നമ്മൾ കണ്ടു. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഡയറക്ടർ പ്രശാന്ത് നീലാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത്. പ്രൊഡ്യൂസർ വിജയ് കിരകണ്ടൂർ, എഡിറ്റിംഗ് ഉജ്വൽ കുൽക്കി. 22 ഡിസംബർ ആണ് സിനിമ റിലീസ് ചെയ്തത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ റീമേക്ക് ഉള്ള ബിഗ് ബഡ്ജറ്റ് സിനിമ സലാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ. അതായത് KGF മോഡലിൽ വളരെ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഹീറോ മൂവിയാണ് സലാർ. പ്രശാന്ത് സംവിധാനത്തിൽ കുറച്ച് പോരായ്മകൾ KGF ടോണിൽ വന്നുവെങ്കിലും അത്യാവശ്യം പ്രഭാസ് കമ്മിങ് ബാക്ക് നടത്തി. പൃഥ്വിരാജിൻ്റെ റോളും ഗംഭീരമായ ഒരു റോള് തന്നെയാണ്. ചെറുപ്പത്തിലുള്ള ചൈൽഡ്ഹുഡ് ക്യാരക്ടറും അതൊക്കെ ഗംഭീരമായി. പൃഥ്വിരാജ് വളരെ നല്ലൊരു ക്യാരക്ടറാണ് സലാറിൽ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. പ്രഭാസ് ഒരു KGF ടോൺ ഹീറോ ആയിട്ടാണ്, അതായത് ഹീറോ ആയി മാറിയ ഒരു സിനിമയായി മാറുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതുപോലുള്ളൊരു രീതിയിലാണെങ്കിൽ പ്രേക്ഷകർക്ക് നിരാശയാണ്. പക്ഷേ ഒരു KGF മോഡലിലാണ് സിനിമ കാണാൻ പറ്റിയത്. അതുപോലുള്ള ബാക്ക്ഗ്രൗണ്ടും മേക്കിങ്ങും ഒക്കെ സിനിമയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. വളരെ വ്യക്തതയോടെ സിനിമ കാണിച്ചു തന്നിട്ടുമുണ്ട്. സലാറിലുള്ള ഒരു ഹീറോ പദവി അത് പ്രഭാസിൻ്റെ ക്യാരക്ടറിനുണ്ട്. അതിൻ്റെ അമ്മയായി വരുന്ന ക്യാരക്ടറും ഒക്കെ പഴയ KGF തരത്തിലുള്ള രീതികളാണ്. സിംഹാസനം പിടിച്ച് അധികാരം പിടിച്ചടക്കാവുന്ന ഒരു സിനിമയാണ് സലാർ എന്ന രീതിയിൽ നമ്മൾ കാഴ്ചപ്പെടുന്നത്. സിംഹാസനത്തിന് വേണ്ടിയുള്ള ഒരു കഥയാണ്. ആ ഒരു കഥയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകരിലേക്ക് എത്തിച്ച സലാറിൻ്റെ മറ്റൊരു പാൻ ഇന്ത്യൻ ഒക്കെ ആവാൻ പോകേണ്ടി വന്ന സിനിമയാണ്. പക്ഷേ കഥയുടെ പല കാര്യങ്ങളിലും നിരാശപ്പെടുത്തി. പക്ഷേ KGFിൻ്റെ രീതിയിലുള്ള സംഭവം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഒത്തിരി മടുപ്പുണ്ടെങ്കിലും ഒരു നിമിഷം കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണത്. കാരണം എന്നും ഒരേപോലെ ആയാൽ പുതുമയില്ലാതാവുന്ന ഒരു ക്യാരക്ടറായി മാറി സലാർ. പ്രശാന്തിൻ്റെ അത്യാവശ്യം സലാറിന് വേണ്ടതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ മേക്കിങ്ങൊക്കെ നന്നായെങ്കിലും കഥ ഇത്തിരി താഴോട്ടേക്ക് പോയ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. പ്രശാന്തിൻ്റെ ഇതിൻ്റെ രണ്ടാം ഭാഗം കൊണ്ടുവരുമെന്നൊക്കെയാണ്. പക്ഷെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഇല്ല. കാരണം സിനിമക്ക് വളരെ താഴെയാണ് അതിൻ്റെ വാല്യൂ. കാരണം അത്ര പ്രേക്ഷകർക്ക് അത് ഉൾക്കൊണ്ടാണത്തെ ഒരു കഥയായി മാറിപ്പോയി എന്ന് തോന്നുന്നു സലാർ. മൈ ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം KGF മോഡലിലുള്ള ഒരു കഥ സലാർ ആ ഒരു പ്രശ്നം ബാക്കി കണ്ടിരിക്കുമ്പോൾ ആക്ഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലത്. പക്ഷേ സലാറിൻ്റെ ഒരു പുതുമ ഇല്ലാത്ത കഥയാക്കി മാറ്റിയതാണ് പ്രശാന്ത് ഈ ഒരു സിനിമയിൽ ചെയ്തൊരബദ്ധം. അത് പ്രേക്ഷകർക്കും
കണ്ടിരിക്കുന്നവർക്കും കാണാൻ പറ്റും. തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ആ ഒരു സിനിമക്ക്. ഒട്ടും നെഗറ്റീവും ഇല്ല, പോസിറ്റീവും കുറവാണെങ്കിൽ ഇത്തിരി നെഗറ്റീവ് കൂടി സിനിമ കൊണ്ടുവന്നത് നിങ്ങൾ പ്രേക്ഷകർ അറിയുക. സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കാണുന്ന പ്രേക്ഷകർ കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു റിവ്യൂ ആണിത്. സലാറിൽ ഉണ്ടാകുന്നത് രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയും അതിൽ നിന്ന് നടക്കുന്ന ചില രാജാധികാരത്തിൻ്റെ കഥയുമൊക്കെയാണ്. ആ കഥക്കാണ് വേണ്ടി നമ്മൾ സലാർ എന്ന ഒരു കഥ കണ്ടത്. പക്ഷേ അതിൽ നിന്നും മനസ്സിലായത് ഒരു KGF മോഡലിൽ അതുപോലെ തന്നെ സിനിമ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നതാണ്. സലാറിൽ KGF അബദ്ധം പറ്റിയോ എന്ന് തോന്നി, പുതുമയില്ലാതായി പോയോ എന്ന് തോന്നി. പൃഥ്വിരാജിൻ്റെ സിനിമ ചില കാര്യത്തിൽ മോശപ്പെട്ടിരുന്നു. കള്ളക്കുടി അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടറുണ്ടായിരുന്നു. അതൊക്കെ വേണ്ടായിരുന്നു തോന്നി. മലയാളത്തിൻ്റെ ഒരു നടനെ മോശമാക്കുന്ന ഒരു ക്യാരക്ടറായി പോയത്. നല്ലൊരു ക്യാരക്ടറാണ് പൃഥ്വിരാജ് ചെയ്തതെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ലൊരു പേടിപ്പെടുത്തുന്നത് പോലുള്ളൊരു ക്യാരക്ടറാക്കി മാറ്റിയിരിക്കും. നല്ലൊരു ഹീറോ പദവി കൊടുക്കണമായിരുന്നു. നല്ലൊരു പവറുള്ള ക്യാരക്ടേഴ്സ് എല്ലാത്തിനും കൊടുത്താൽ അതിൻ്റെതായ ആ ഒരു BGM ഒക്കെ കുറവാണ്. ആ സിനിമയ്ക്ക് BGM വളരെ കുറവാണ്. ഒരു BGM ഇല്ലാത്തൊരു സിനിമ പോലെയായി തോന്നുന്നു. ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല കാണാൻ പറ്റുന്ന നല്ലൊരു പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ പറയാൻ പറ്റും. നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെങ്കിലും സിനിമയ്ക്ക് നെഗറ്റീവ് ഷെയ്ഡുകൾ ഉള്ളത് സത്യമാണ്. അത് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. അതൊക്കെ ഒരു പുതുമയില്ലാത്തതിൻ്റെ കാര്യമാണ് പ്രേക്ഷകരിൽ കണ്ടത്.